പ്രിയപ്പെട്ട ഗോൾഡൻ ടച്ച് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റിപ്പോർട്ടാണ് ചെയ്യുന്നത്. അതൊരാഴ്ച മുമ്പേ ചെയ്യേണ്ടതായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാനിത് ഒന്ന് റിപ്പോർട്ട് ചെയ്യുവാണ്. അത് റിപ്പോർട്ട് ചെയ്യുന്ന വിധവും ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ബട്ടർഫ്ലൈ ആണ് ചെയ്യുന്നത്. ഇതുപോലെ ആയി ഇല മുഴുവൻ കൊഴിഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഇച്ചിരി വളത്തോടു കൂടി ഇനി അങ്ങ് റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇനി ഇതുപോലെ നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ചെടിയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചെടുക്കുക. ചെടി ഇങ്ങനെ ഞാൻ പറിച്ചെടുത്തേച്ചിട്ട് ഈ മണ്ണ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. കാരണം ഇനി അതൊന്നും കളയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് കൃത്യമായിട്ട് ഈ മണ്ണൊക്കെ മതി ഇനി നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിത്തുകളൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇത് നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് നടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് വിത്തൊക്കെ ഇങ്ങോട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു. ഈ ചട്ടിയിലെ മണ്ണും ഞാൻ ഇതിനകത്തോട്ട് ഈ ചക്കയിലോട്ട് വിരിച്ചു. എന്നിട്ട് ഇതിനകത്ത് തന്നെയാണ് ഞാനിനി നടാൻ പോകുന്നത്. ഈ ചെടി ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തരികയും ചെയ്യും. പക്ഷേ 1-2 ആഴ്ച പിടിക്കും. കാരണം ഇത് ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ വിത്തുകളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിത്ത് ഇങ്ങെടുത്തിച്ച് ആ മണ്ണ് നമുക്ക് ഈ ഇതിനകത്തോട്ട് ഇതിന് കാൽസ്യത്തിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെന്നരികിൽ അതിനൊക്കെ കൂടെ കൂടി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതിനകത്തോട്ട് ഇട്ടു. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതാണ്. ഇത് കമ്പോസ്റ്റുണ്ട്, പിന്നെ കുമ്മായമുണ്ട്, അതിൻ്റെ അടിയിൽ കുറച്ച് ഇത് കൂട്ടുണ്ട്, ഈ പിണ്ണാക്ക്, മറ്റേ ഈ വേപ്പിൻ പിണ്ണാക്ക്, അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതുകൂടി ഇതിനകത്തോട്ട് ഇടുക. വേപ്പിൻ പിണ്ണാക്കും കുമ്മായവും പിന്നെ കമ്പോസ്റ്റും. കാരണം എനിക്ക് വേറെ വളങ്ങൾ എൻ്റെ കയ്യിൽ ഇല്ല. ചാണകപ്പൊടിയല്ല, തീർന്നു, അതുകൊണ്ടിട്ട് ഞാനിതൊന്ന് കുറച്ച് മണ്ണ് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യും. അങ്ങനെ ഞാൻ ചെടികളൊക്കെ നട്ടു. അത് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ക്ഷീണിച്ച് ഇത് മറിഞ്ഞ് ചട്ടിക്കകത്ത് മറിഞ്ഞ് വീഴാൻ തുടങ്ങുമ്പോൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. അതല്ലെന്ന് ഒരിക്കലും നമുക്ക് അവർ പിന്നെ ഭംഗിയുണ്ടാകത്തില്ല. അതതിനകത്ത് കിടന്നിട്ട് പിന്നെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് പിന്നെ ഇത് പൊന്തി വരും, വരാതിരിക്കില്ല. പക്ഷേ വല്ല ഒരു ഊർജ്ജം അതിനുണ്ടാവില്ല. കാരണം വളം കുറവായിപ്പോവും. നമ്മളിതിനകത്ത് ഇച്ചിരിച്ച വളമല്ലേ ഇടുന്നുള്ളൂ. അധികമൊന്നും നമുക്ക് ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ വളം ഇടുന്നു, അത് നമ്മൾ നടുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നട്ട് അതിമനോഹരമാക്കി നമ്മളത് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-8 ദിവസം കൊണ്ട് ഇതിങ്ങനെ പൊന്തി വരും. അതാണ് ഇവരുടെ പ്രത്യേകത. അന്നേരം നമ്മൾ ഇതിങ്ങനെ നട്ട് കഴിയുന്നവിടെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അത് നനഞ്ഞു. ഇനി നമുക്ക് 1-2 ദിവസം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അങ്ങനെ ഇതെല്ലാം നല്ല ഊര് പിടിച്ച് തളുപ്പ് വന്നതിന് ശേഷം മാത്രമേ കുറേശ്ശെ വെള്ളം നമ്മൾ നനച്ച് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നനച്ച് കൊടുക്കാൻ മാത്രമേ ആ ചെടികൾ ഇതേപോലെ ഉഷാറായിട്ട് വരികയുള്ളൂ. ഇങ്ങനെ വന്നാലേ നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വെച്ച് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമുക്ക് നമ്മുടെ ചെടികളെ അതിമനോഹരമാക്കാൻ ഇങ്ങനെയുള്ള വളങ്ങൾ ഒത്തിരി നമ്മൾ കണ്ട ഘടികാര വളങ്ങളൊന്നും നമ്മളതിന് കൊടുക്കുന്നില്ല. ഈ ചെടികൾക്ക് കണ്ടോ, ഇതിൻ്റെ പൂക്കൾ കണ്ടോ, എന്നാ സ്റ്റൈലാണ് പൂക്കൾ. ഇത് കണ്ടോ പൂക്കൾ. പക്ഷേ ഇതിൻ്റെ അരിയൊക്കെയുണ്ട്. പക്ഷേ ഇതുവരെ ഇത് മുളച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതിന് ഇഷ്ടംപോലെ അരിയുണ്ട്. ഇത് പൂക്കൾ തീർന്ന് മൊട്ടുകളെല്ലാം വീണ്ടും വീണ്ടും വരുവാണ്. ഇതുകൊണ്ട് ഇതെല്ലാം മൊട്ട് വരുന്നതാണ്. അങ്ങനെ അത്ര മനോഹരമാണ് ഈ ചെടി. വേറെ 1-2 തരവും കൂടി ഉണ്ട്. അത് കിട്ടാനൊരു ചാൻസും ഞാൻ കാണുന്നില്ല. ഞാൻ അന്വേഷിക്കുന്നൊക്കെയുണ്ട്. അതുകൊണ്ട് ഇത് വേറൊരു ചട്ടിയാണ്. ഇത് ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മളിത് എപ്പോഴും ഇത് ഭംഗിയോടെ നമ്മളിതിനെ പരിപാലിക്കും. അപ്പം നമുക്ക് നല്ല ഉഷാറിൽ ഈ ചെടികൾ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പം നമ്മളിതുപോലെ
പരിപാലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ടം അതിമനോഹരമാക്കാം. ഓക്കെ, ബൈ ബൈ. അങ്ങനെ ആക്കിക്കഴിഞ്ഞ് മനോഹരമാക്കി വെക്കാൻ ഒക്കെ ഇഷ്ടമുള്ള പിന്നെ എൻ്റെ ഈ ചാനൽ ഇത് എളുപ്പമെന്നാകുന്ന ഒരുപാട് പരിപാലനവും ശുശ്രൂഷയും ഒന്നും ഇവർക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പരിപാലിക്കുക. അപ്പം നമ്മുടെ മുറ്റം നിറച്ച് ഞാനൊരു 2 തരി എനിക്കിങ്ങനെ കിട്ടിയതാണ്. 2 തരി ഇതേപോലെ 2 തണ്ട് കിട്ടിയതാണ്. അപ്പം ഞാൻ ഇഷ്ടം പോലെ ചെടികളാക്കി തിരിപ്പെറുക്കി ഞാൻ കൊടുത്തു. ഇപ്പോൾ ആണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഇതും വേറെ കുറേ ചെടികളൊക്കെ ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുക. അപ്പോഴാണ് എനിക്ക് ആദ്യം വാങ്ങിയ ആൾക്കാരാണ് ഇതിൽ 90%. അതിലെനിക്ക് വിഷമമുണ്ട്. അവരോട് ഞാൻ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, ആദ്യം മേടിച്ചവർ മേടിക്കില്ലെന്ന്. അവർ തന്നെ വീണ്ടും ഉള്ളിടത്തോളം ചെടികൾ മുഴുവൻ ഫോട്ടോ ഇട്ടിരിക്കുക. ഞാൻ പിന്നെ കുറേശ്ശെ തരാമെന്ന് പറഞ്ഞു. ആദ്യം അല്ലാത്തവർക്ക് കുറച്ച് കൊടുക്കുക, ആദ്യം കിട്ടിയവർക്ക് കുറച്ച് ഇതായിട്ട് കൊടുക്കുക. അത്ര ഞാനങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഞാനത് അവരോട് പറയുകയും ചെയ്തു. ഓക്കെ, ബൈ ബൈ.